ജനാധിപത്യ സംവിധാനം, മതനിരപേക്ഷത നിലനിർത്തുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ മതനിരപേക്ഷത വേണ്ട എന്നാണല്ലോ കേന്ദ്രത്തിനുള്ളത്. അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ തകർക്കണം, പൂർണ്ണമായ കാവ്യവൽക്കരണം നടപ്പാക്കാനാവണം. അതിൻ്റെ ഭാഗമായാണ് പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ദുരിതം ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നാം കാണണം. ഇപ്പൊ UGC പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ അത് സംസ്ഥാനത്തുള്ള സർവകലാശാലകളുടെ നിയന്ത്രണം കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കലാണ്. അതിനിടയാക്കുന്നതാണ്. വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ്. സർവകലാശാലകൾക്കുള്ള ഫണ്ടുകളും മറ്റും സംസ്ഥാന സർക്കാരുകളാണ് അനുവദിക്കുന്നത്. ഇപ്പോൾ 56 കേന്ദ്ര സർവകലാശാലകളുണ്ട്. അതേസമയം 481 സംസ്ഥാന സർവകലാശാലകളുണ്ട്. ഇവയുടെ എല്ലാ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെതിരെ BJP ഇതര സർക്കാരുകൾ വിവിധ രീതിയിൽ പൊരുതുന്നുണ്ട്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൻ്റെ അധികാരം കേന്ദ്രത്തിന് ലഭിക്കും വിധമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. VCമാരെ നിയമിക്കുന്ന അധികാരം ഗവർണർക്ക് നൽകുന്നതാണ് കരട്. ഇപ്പോൾ 3 അംഗ സമിതി, അതിൽ 2 പേര് ചാൻസലറുടേത്, പിന്നെ ഒരാൾ UGCയുടെ പ്രതിനിധി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമായി മാറ്റാനാണ്. കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളെ VC ആയി കൊണ്ടുവരാനാവും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവാധികാരിയായി ഗവർണറെ നിയമിക്കുന്ന രീതി യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തെ തന്നെ ഇല്ലാതാക്കലാണ്. ഗവർണർക്ക് ചാൻസലർ പദവി നൽകുന്നതിന് ഒരു ന്യായീകരണവുമില്ല എന്ന് പറഞ്ഞത് പുഞ്ചി കമ്മീഷനായിരുന്നു. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വരുന്നതോടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതോടൊപ്പം വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നവർക്ക് അധ്യാപന പരിചയം വേണ്ടതില്ല എന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. അധ്യാപക വൃത്തി എടുക്കണ്ട. ഇവിടെ കാണേണ്ടത് കോളേജ് പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ഈ രീതിയിൽ നിയമിക്കാനാകുമെന്നതാണ്. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അതിൽ നിന്ന് 2 പേര്, വൈസ് ചാൻസലർ പ്രതിനിധികളായി 3 പേര്, അപ്പൊ 5 പേര്. അവരാണ് പ്രിൻസിപ്പാളിനെ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ 3 ആള് വൈസ് ചാൻസലർ പ്രതിനിധികളാണ്. അധ്യാപക നിയമനത്തിനാണെങ്കിൽ
VC നിർദ്ദേശിക്കുന്ന 5 പേരുടെ പാനൽ, അതിൽ നിന്ന് 3 വിഷയ വിദഗ്ധരെ കോളേജ് ഇന്റർവ്യൂവിന് തീരുമാനിക്കാം. ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത്, സംഘപരിവാർ നിശ്ചയിക്കുന്നയാള് സർവകലാശാല വൈസ് ചാൻസലറാവും, അവർ നിർദ്ദേശിക്കുന്നയാള് കോളേജ് പ്രിൻസിപ്പാളാവും, അധ്യാപകരാവും. ഈ ഒരു അവസ്ഥയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്.